മോക്ക് ടെക്സ്റ്റ് 20 ജഡ്ജസ് ചാപ്റ്റർ 30. ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഓപ്ഷൻസുകൾ നൽകാതെയാണ് ചോദ്യാവലി തയ്യാറാക്കിയിട്ടുള്ളത്. ഉത്തരങ്ങൾ എല്ലാവരും സ്വന്തമായിട്ട് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭ്യമായിരിക്കുന്നതാണ്. ചോദ്യം 1. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തപ്പോൾ അവരെ ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത്? 2. ദാൻ ഗോത്രക്കാരനായ മനോവയുടെ ഭാര്യയുടെ പ്രത്യേകതയായി വചനം പറയുന്നത് എന്ത്? 3. മനോവയുടെ ഭാര്യ പ്രസവിക്കുന്ന കുഞ്ഞിന് ചെയ്യേണ്ടതായി കർത്താവിന്റെ ദൂതൻ പറഞ്ഞതിൽ ആദ്യത്തേത് ഏത്? 4. ആര് എന്റെ അരികിൽ വന്നു എന്നാണ് മനോവിന്റെ ഭാര്യ മനോവിനോട് പറഞ്ഞത്? 5. ബാലൻ ആജീവനാന്തം ദൈവത്തിന് ആരായിരിക്കണം എന്നാണ് കർത്താവിന്റെ ദൂതൻ പറഞ്ഞത്? 6. കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയ്ക്ക് രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടത് എവിടെ വെച്ച്? 7. ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ, മനോവയോട് ഇത് പറഞ്ഞതാര്? 8. ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ എന്ന് മനോവ കർത്താവിന്റെ ദൂതനോട് പറഞ്ഞപ്പോൾ ദൂതൻ നൽകിയ മറുപടി എന്ത്? 9. നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല, എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് ആർക്ക് എങ്ങനെ അർപ്പിക്കാനാണ് പറഞ്ഞത്? 10. മനോവയും ഭാര്യയും നോക്കി നിൽക്കെ ബലിപീഠത്തിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയർന്ന അഗ്നിജ്വാലയോടൊപ്പം ഉയർന്നു പൊന്തിയത് ആര്? 11. മനോവയുടെ പുത്രന്റെ പേര്. 12. സാംസണിൽ കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വെച്ച്? ഉത്തരങ്ങൾ: 1. ഫിലിസ്ത്യരുടെ. 2. വന്ധ്യയായിരുന്നു. 3. തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. 4. ഒരു ദൈവപുരുഷൻ. 5. നാസീർ വ്രതക്കാരൻ. 6. വയലിൽ വച്ച്. 7. കർത്താവിന്റെ ദൂതൻ. 8. നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. 9. കർത്താവിന് ദഹനബലിയായി അർപ്പിക്കുക. 10. കർത്താവിന്റെ ദൂതൻ. 11. സാംസൺ. 12. മഹനെ ദാനിൽ വച്ച്.